ഹലോ, എല്ലാവർക്കും ലെറ്റ്സ് ലേണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 3ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ആദ്യത്തെ അധ്യായമായ കനകച്ചിലങ്കയിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കനകച്ചിലങ്കയിലെ ആദ്യത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക. നമ്മുടെ പെറ്റമ്മയായ ഭാഷയാണ് മലയാളം. മലയാളത്തിൻ്റെ ഒട്ടനവധി പ്രത്യേകതകളാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വായ്ത്താരികളെക്കുറിച്ചായിരുന്നു അല്ലേ പറഞ്ഞത്? ഇനി നമുക്ക് പഴഞ്ചൊല്ലുകളെക്കുറിച്ച് പറഞ്ഞാലോ? പഴഞ്ചൊൽ പെരുമ. നാരങ്ങ പാല്, ചൂട്ടയ്ക്ക് 2, ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ, ഓടിവരുന്നൊരു കള്ളനെ പിടിച്ചേ. പൊടിപാറിയ കളിയാണ് മുറ്റത്ത്, ആകെ കൂക്കും വിളിയും ബഹളമയം. എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ? അമ്മയാണ്. ഹായ്, നെയ്യപ്പത്തിൻ്റെ മണം! കുട്ടികൾ ആർത്തു വിളിച്ചു. ഓ, കളിയൊക്കെ നിർത്തിയോ? എന്താണിപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത്? ആ, അതങ്ങനെയാ, അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നല്ലേ. അല്ല, നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത്? ബേബിയെ നോക്കി അമ്മ ചോദിച്ചു. അതെ, കളിക്കാനും കൂട്ടിയിട്ടില്ല. തലവേദനയും പനിയുമാണത്രേ അവൾക്ക്. വയറുവേദനയുമുണ്ട്. ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു. എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ? അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു. വേണ്ടമ്മേ, എനിക്ക് വയ്യ. ബേബി ചിണുങ്ങി. കഷ്ടം തന്നെ. എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം. അത് തിന്നാറായപ്പോഴോ ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന നിലയിലായി അവളുടെ കാര്യം. അമ്മ വിചാരിച്ചു. ബേബിക്കുട്ടിയെ, മോളുടെ പനി മാറുമ്പോൾ അമ്മ നെയ്യപ്പം ഉണ്ടാക്കിത്തരാം കേട്ടോ. ബേബിയെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി. മുറ്റത്ത് നിന്ന് വീണ്ടും ബഹളമുയർന്നു. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. അപ്പോൾ കഥ വായിച്ചല്ലോ മക്കളെ. എല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ? മറ്റുള്ള കൂട്ടുകാരെല്ലാം കളിക്കുമ്പോൾ ബേബിക്കുട്ടി മാത്രം പനിയും വയറുവേദനയും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണല്ലേ. പാവം നമ്മുടെ ബേബിക്കുട്ടി അല്ലേ? എന്നാൽ നമുക്ക് അടുത്ത പേജിലുള്ള പഠന പ്രവർത്തനങ്ങളൊന്ന് നോക്കിയാലോ? വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തൂ, എഴുതൂ. എന്താണ് മക്കളെ പഴഞ്ചൊല്ലുകൾ? പഴയ ചൊല്ലുകളാണ് പഴഞ്ചൊല്ലുകൾ. നമ്മുടെ നാട്ടിലുള്ള പഴയ ആളുകളൊക്കെ പണ്ട് മുതലേ പറഞ്ഞു ശീലിച്ച ചില ചൊല്ലുകളാണ് പഴഞ്ചൊല്ലുകൾ. ഈ കഥ വായിച്ചപ്പോൾ അതുപോലെ ചില ചൊല്ലുകൾ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ? അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. അരിയെറിഞ്ഞാൽ 1000 കാക്ക. ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. ഇവ മൂന്നുമാണ് നമ്മൾ പാഠഭാഗത്തിൽ കണ്ട പഴഞ്ചൊല്ലുകൾ. ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ? കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അത് കാക്കകളെ കുറിച്ച് മാത്രമാണോ? ആണോ കൂട്ടുകാരെ? അല്ല, ഇതൊരു പഴഞ്ചൊല്ലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ മറ്റൊരർത്ഥവും കൂടിയുണ്ട്. ഇതുപോലെ ഒച്ചയും ബഹളവുമുള്ള സന്ദർഭങ്ങളെ സൂചിപ്പിക്കാനാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്നുള്ള പഴഞ്ചൊല്ല് നമ്മൾ ഉപയോഗിക്കുന്നത്. കാക്കകളുടെ കൂട്ടിൽ കല്ലെറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതെ, കാക്കപ്പട ഒന്നാകെ ഇളകും, ആകെ ബഹളമയമായിരിക്കും. അപ്പോൾ ഈ പഴഞ്ചൊല്ല് കാക്കകളെക്കുറിച്ച് മാത്രമാണോ കൂട്ടുകാരെ? അല്ല, അത് കുട്ടികളുടെ ബഹളത്തെ കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത് അല്ലേ? അരിയെറിഞ്ഞാൽ 1000 കാക്ക. ഈ പഴഞ്ചൊല്ലുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു പിടി അരിമണി എറിഞ്ഞാൽ ഒരുപാട് കാക്കകൾ അതിനുവേണ്ടി പറന്നു വരാറില്ലേ? അതുപോലെ ഒരു കാര്യമുണ്ടാവുമ്പോൾ ഒരുപാട് പേർ പെട്ടെന്ന് ഒത്തുകൂടുന്നതിനെയാണ് അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്ന പഴഞ്ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കഥയിൽ അമ്മ നെയ്യപ്പം കൊണ്ടുവന്നപ്പോൾ കുട്ടികളെല്ലാവരും പെട്ടെന്ന് ഒത്തുചേർന്ന് ഓടി വന്നില്ലേ? അതുകൊണ്ട് അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്ന പഴഞ്ചൊല്ല് കാക്കയുടെ വരവിനെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. പിന്നെയോ, നെയ്യപ്പം കണ്ടുകൊണ്ട് കുട്ടികൾ ഓടി വരുന്നതിനെക്കുറിച്ചും കൂടിയാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം വായിച്ചു നോക്കാം.
ഈ ചൊല്ലുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ. മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കൂ. അത് കൂട്ടുകാർ ക്ലാസ്സിൽ വെച്ച് ചെയ്യില്ലേ? മലയാളം നോട്ട് പുസ്തകത്തിൽ എഴുതുകയും ആവാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ, വാക്കുകൾ, പദക്കൂട്ടുകൾ എന്നിവ എഴുതി നോക്കൂ. അതുപോലുള്ള കുറച്ച് പഴഞ്ചൊല്ലുകൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, ആനവായിൽ അമ്പഴങ്ങ, പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണം. ഈ ചൊല്ലുകളൊക്കെ പറയുന്നത് ഒരർത്ഥത്തിലാണെങ്കിലും ഇതിൻ്റെ ശരിയായ അർത്ഥം മറ്റൊന്നാണ്. സാഹചര്യത്തിനനുസരിച്ച് അർത്ഥവും മാറും. അപ്പോൾ പഴഞ്ചൊൽ പെരുമ എന്നുള്ള പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു പാഠഭാഗവുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക്